കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പീരുമേട് പഞ്ചായത്തിലെ ലാൻഡ്രം ഭാഗത്ത് വന്യമൃഗ ഭീതി ഒഴിയുന്നില്ല. ഇന്ന് രാവിലെ ബദേൽ പ്ലാന്റേഷൻ വക പാമ്പനാർ ലാൻഡ്രം ലക്ഷ്മി ഡിവിഷൻ ഭാഗത്ത് വെച്ചാണ് തോട്ടത്തിൽ കൊളുന്ത് എടുത്തുകൊണ്ടിരുന്ന തൊഴിലാളി സ്ത്രീകൾ പുലിയെ നേരിൽ കണ്ടത്. തോട്ടത്തിന് സമീപത്തെ ചതുപ്പ് ഭാഗത്ത് പുലികൾ കിടക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി പുലിയെ കണ്ടതോടെ ഇവർ ബഹളം വെക്കുകയും ബോധരഹിതയാവുകയും ചെയ്തു. വലിയ ബഹളമുണ്ടായതോടെ പുലി സമീപത്തെ കാട്ടിലേക്ക് ഓടി മറയുകയായിരുന്നു. 3ഓളം പുലികളുള്ളതായി പുലിയെ നേരിൽ കണ്ട തൊഴിലാളി സ്ത്രീ സാക്ഷ്യപ്പെടുത്തുന്നു. ഇടയ്ക്ക് പോയി ഒരു 10 തേര വെട്ടിനதான் ഉണ്ട്. அதை பார்த்த பிறகு எங்களுக்கு இஷ்டத்தை வேலை செய்ய பயமாக இருக்குது. வசதி மொத்தம் எனக்கு தளர்ந்து போச்சு. அதை பார்த்து தேரையில் உளுந்து எந்திரிச்சு என்னால் ஒன்றும் முடியல. എത്ര പേര് പതിങ്ങ? 3 എണ്ണം കണ്ടായിരുന്നു സാർ. 3 എണ്ണം. പുലിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് താൻ രക്ഷപ്പെട്ടതെന്ന് പുലിയെ കണ്ട മറ്റൊരു തൊഴിലാളി സ്ത്രീയായ സെൽവം പറയുന്നു. ഞാൻ കാലയിൽ വേലയ്ക്ക് വരുന്നു സാർ. കാട്ടിൽ 3 പുലിയെ കണ്ടായിരുന്നു. கண்டப்போ நாங்கள் பேடியாகி நாங்கள் அலறி அடித்து ஓடி வந்துட்டோம். அதனால எங்களுக்கு அந்த காட்டில் வேலை செய்ய பயங்கர பயமாக இருக்குது. அதனால நாங்கள் பயந்து வேலை செய்யறதா இருக்குது. இது മേലധികാരി எங்களுக்கு നടപടിക്ക് എടുത്ത് കൊടുക്കുന്നു. നിലവിൽ ജീവനിൽ ഭയന്നാണ് ഇവിടെ തൊഴിലാളികളും നാട്ടുകാരും ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ട്. ഏകദേശം 10ഓളം വളർത്തു പശുക്കളെ അടക്കം പുലി പിടികൂടിയിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി 4-ാം വാർഡ് തെപ്പക്കുളം എന്ന് പറയുന്ന പ്രദേശത്തും ലാൻഡ്രം 5-ാം വാർഡിലും പുലികൾ കൂട്ടത്തോടെ വരികയും അവിടെ നമ്മുടെ വീടുകളിൽ വളർത്തുമൃഗങ്ങളെ കടിച്ച് കൊല്ലുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശത്തെ ഇപ്പോഴത്തെ ഭയാനകമായ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയും തൊഴിലാളി മേഖലയുമാണ്. തൊഴിലാളികൾ പണിയെടുക്കാൻ പോകുന്ന തേയിലത്തോട്ടങ്ങളിലാണ് ഇപ്പോൾ ഈ പുലികൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആ മേഖലയിൽ പണിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുക. തേയിലത്തോട്ടം മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടായതോടെ തൊഴിലാളികളെ ധൈര്യമായി പണിക്കിറക്കാൻ കഴിയാത്ത സാഹചര്യം നിലവിലുള്ളതായി തോട്ടം ഫീൽഡ് ഓഫീസർമാരും പറയുന്നു. ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വന്യജീവികൾ മറ്റേ മൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു സ്ഥിരം ഇതുണ്ടായിരുന്നു. തൊട്ടടുത്ത് ഞങ്ങളുടെ ഡിവിഷനായ ലാൻഡ്രത്ത് കഴിഞ്ഞ ദിവസം ഒരു പശുക്കിടാവിനെ പിടിക്കുകയും അവിടെ വന്ന് ഫോറസ്റ്റുകാർ വന്ന് ക്യാമറ വെച്ച് ക്യാമറയിൽ പുലി ആണെന്ന് സ്ഥിരീകരിക്കുകയും കൂട് വയ്ക്കുകയും ചെയ്തു. ഇന്ന് ഞങ്ങളുടെ ഡിവിഷനിൽ ഇത് 2 മാസത്തിന് മുമ്പേ പല പശുക്കളെയും പിടിച്ച് വിഷയങ്ങളായിരുന്നു. അന്നും ഫോറസ്റ്റുകാരെ വിവരം അറിയിച്ചിരുന്നു. ഇന്നും ഫോറസ്റ്റുകാരും RRT സംഘവും എല്ലാം വന്ന് നോക്കിയതല്ലാതെ ഇതിനെ പിടിക്കാനുള്ളൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇതിന് സമീപത്തെ ലാൻഡ്രം ഭാഗത്ത് പുലി എത്തി പശുക്കിടാവിനെ കൊന്ന് ഭക്ഷിച്ചിരുന്നു. വനംവകുപ്പ് ഇവിടെ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിയുകയും സ്ഥിരീകരണം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് മേഖലയിൽ കൂടും സ്ഥാപിച്ചു. എന്നാൽ ഇതുവരെയും കൂട്ടിൽ അകപ്പെട്ടിട്ടില്ല. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പുലി മേഖലയിൽ ഇറങ്ങുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ പകൽ ഉച്ച സമയത്ത് പുലി വാസമേഖലയിലെത്തി വളർത്തുനായയെ പിടികൂടിയതായും പറയുന്നുണ്ട്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ പുലിയെ കണ്ടെത്താനായില്ല. ന്യൂസ് ബ്യൂറോ പീരുമേട്.